ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊല്ലത്തേക്കുള്ള പോകാനുള്ള ഒരുക്കത്തിനിടയിലാണ് ഈ ആലപ്പുഴ ഫെസ്റ്റിനെ പറ്റി കേട്ടത്. മെയിനായിട്ടും അങ്ങോട്ട് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണ്. അത് കുറേ നാളായിട്ട് ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, പലയിടത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ ഉള്ളത്. കാരണം അവിടെ ഈ ടണൽ മാത്രമല്ല, അവിടെ പല പല സ്റ്റാളുകൾ, ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരു ക്യൂവിൽ നിന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് അത് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ്. ഏകദേശം 1000 പേരോളം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വേറൊരു ഫാമിലി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇത് ടിക്കറ്റ് എടുക്കാനുള്ളതല്ല, ടിക്കറ്റ് എടുത്തിട്ട് എൻട്രിക്ക് വേണ്ടിയുള്ള ലൈനാണെന്ന് പറഞ്ഞു. അത് ഒത്തിരി പേർക്ക് അബദ്ധം പറ്റുന്നുണ്ട് അങ്ങനെ. കാരണം അവരെല്ലാം ഈ ഫാമിലിയായിട്ട് പോയി ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഏറ്റവും പുറകിലായി പോയി നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടർ ചെന്നു. അവിടെ 120 രൂപയാണ് എൻട്രി പാസ്. അതും എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. നമ്മളവിടെ ആദ്യം ചെല്ലുമ്പോൾ തന്നെ കാണാൻ സാധിക്കും നമ്മുടെ മുൻ പ്രസിഡൻറ്റ്, ഇന്ത്യൻ പ്രസിഡൻറ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ഒക്കെ ഡെമോ ചെയ്തേക്കുന്ന കാണാം. അത് ആളുകളൊക്കെ വന്ന് അവിടെ നിന്ന് അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഞാനും നമ്മുടെ പോപ്പിയെ നിർത്തി ഫോട്ടോയൊക്കെ എടുപ്പിച്ചു. അതുപോലെ അടുത്ത സ്റ്റാളിലായിട്ട് നമ്മുടെ മിസൈലുകളും അങ്ങനെ റോക്കറ്റും അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും സാറ്റലൈറ്റിൻ്റെയും ഒക്കെ ഒരു ചെറിയ വിവരണം കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെല്ലുമ്പം അത് കുട്ടികൾക്ക് വേണ്ടി മെയിനായിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഒരു കൃത്രിമമായിട്ടുള്ള ജംഗിൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിരുന്നു അത് കാണാനായിട്ട്. ഈ മൃഗങ്ങൾക്കെല്ലാം പ്രത്യേക ശബ്ദങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ കിട്ടുമൊക്കെ ആണെങ്കിലും കണ്ടപ്പോൾ തന്നെ അത് ഇടയ്ക്ക് ഈ കരടിയെയും ഇതിനെ കാണുമ്പോൾ ഒന്ന് പേടിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അത് വളരെ രസമായിരുന്നു കാണാനായിട്ട്. ഇതൊക്കെയാണ് മെയിൻ അട്രാക്ഷൻസ് അവിടുത്തെ. അപ്പോൾ ഇനി നമ്മൾ കാത്തിരുന്ന ആ ടണൽ അക്വേറിയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
പലതരത്തിലുള്ള മീനുകൾ, പല കളറിൽ, പല വലിപ്പത്തിലുള്ള, നമ്മളിന്നുവരെ കാണാത്ത ടൈപ്പിലുള്ള മീനുകളുടെ ഒരു ചെറിയ ലോകം തന്നെയാണ് അവരവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്.